നമസ്കാരം. ഇറാൻ ഇസ്രായേൽ യുദ്ധം മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ചിരിക്കാൻ ഒരുപാട് വകകൾ ഇട്ടുതരികയാണ് ഇസ്രായേലും അമേരിക്കയും. ട്രംപ് പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടതാണ്. ഞങ്ങൾ ഇറാനെ തകർത്ത് തരിപ്പണമാക്കി, ഇറാന്റെ സൈനിക ശേഷി ഞങ്ങൾ നശിപ്പിച്ചു, ഇറാന്റെ നേവിയെ ഞങ്ങൾ തകർത്തു, അവരുടെ മിസൈൽ ലോഞ്ചറുകൾ മൊത്തം തകർത്തു. ഞങ്ങൾക്കിനി പ്രത്യേകിച്ച് ഇറാനിൽ വലിയ ലക്ഷ്യമൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ യുദ്ധം നിർത്താൻ തയ്യാറാണ്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനോട് സംസാരിച്ചു, പക്ഷേ അവർ യുദ്ധം നിർത്താൻ തയ്യാറില്ല, ട്രംപ് പറയുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിൻ്റെ ലക്ഷ്യങ്ങളെല്ലാം നേടി. ഇറാൻ്റെ നേവിയെ തകർത്തു, പട്ടാളത്തെ തകർത്തു, ഇറാൻ്റെ എയർഫോഴ്സിനെ തകർത്തു, അവരുടെ ഭരണകർത്താക്കളെ എല്ലാം കൊന്നു. ഇനിയും പ്രത്യേകിച്ച് അവിടെ ചെയ്യാനൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ യുദ്ധം നിർത്താൻ തയ്യാറാണ്. ട്രംപ് ഇത് പറയുന്ന അതേ സമയത്ത് തന്നെയാണ് അദ്ദേഹം ഒരു നിലവിളി ശബ്ദം ഇട്ടത്. ചൈന, യൂറോപ്യൻ യൂണിയൻ, മറ്റെല്ലാ രാജ്യങ്ങളും അദ്ദേഹം പറയുകയാണ്, ഒന്ന് വരണേ, ഞങ്ങളെ ഒന്ന് സഹായിക്കണേ. യവന്മാർ ഹോർമൂസ് തുറക്കുന്നില്ലെന്ന്, കപ്പലെല്ലാം അവിടെ കെട്ടിക്കിടക്കുകയാണ്, എണ്ണ വില കൂടുന്നു, ഗ്യാസിൻ്റെ വില കൂടുന്നു, നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് ചേർന്ന് നമുക്ക് ഈ ഹോർമൂസ് കടലിലേക്ക് തുറക്കാം, അതുകൊണ്ട് നിങ്ങളുടെ നേവിയെ ഒന്ന് അയച്ചു തരണം. ചൈന പറഞ്ഞ് ട്രംപ് അണ്ണ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, ഞങ്ങളുടെ എണ്ണയും ഞങ്ങളുടെ വാദവും അവരിങ്ങോട്ട് വിടുന്നുണ്ട്, ഞങ്ങൾ വരുന്നുണ്ട്, നല്ല സെറ്റപ്പല്ലേ, അതുകൊണ്ട് ഞങ്ങളുടെ എണ്ണയെല്ലാം വരുന്നുണ്ട്, ഞങ്ങൾ എന്തിനാണ് നേവിയെ വിടുന്നത്, നിങ്ങൾ തന്നെ ചെയ്താൽ മതി. യൂറോപ്പുകാർ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ ഒരുപാട് പണികളുണ്ട്, അതുകൊണ്ട് ഇതിനിറങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല. ആകെ ബ്രിട്ടീഷുകാരൻ മാത്രമാണ് പറഞ്ഞത് ഞങ്ങൾ വേണമെങ്കിൽ ഇറങ്ങണമെങ്കിൽ വേണോ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ അവിടെ ഇവിടെയെല്ലാം നിൽപ്പുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇറാൻ നേവിയെ ട്രംപിൻ്റെ സൈന്യം തകർത്തെങ്കിൽ പിന്നെ ഹോർമൂസ് എങ്ങനെയാണ് അവർക്ക് അടച്ചിടാൻ പറ്റുന്നത്? അമേരിക്കൻ നേവി പോലും വേണ്ടല്ലോ അവിടെ ചെന്ന് കാര്യം സാധിക്കാൻ. അപ്പോൾ ഇറാൻ്റെ നേവിയെ തകർത്തു എന്ന് ട്രംപ് പറഞ്ഞത് വളരെ ശരിയാണ്. നേവി ഇല്ലാത്ത ഇറാനാണ് ഇപ്പോൾ ഹോർമൂസ് അടച്ചിട്ടിരിക്കുന്നത്. അതുപോലെ മിസൈൽ ലോഞ്ചറുകൾ മൊത്തം തകർത്തു എന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മൾ ഇന്നലെ ഒരു വാർത്ത വായിക്കുന്നത്, ഇറാൻ അവരുടെ ഇതുവരെ പരീക്ഷിക്കാത്ത സെജിൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത സെജിൽ എന്ന് പറയുന്ന മിസൈൽ ഇസ്രായേലിലേക്ക് അയച്ചു. ഇത് ഡാൻസ് കളിച്ചുകൊണ്ട് പോകുന്ന മിസൈലാണ്. ഈ മിസൈൽ അവരെങ്ങനെയാണ് ലോഞ്ച് ചെയ്തത്? ലോഞ്ചറില്ലാതെ എങ്ങനെയാണ് അവർ ഗൾഫിലേക്കും ഇസ്രായേലിലേക്കും ഇപ്പോഴും മിസൈലുകൾ വിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ചിലപ്പോൾ അവരെന്തെങ്കിലും ഒരു പുതിയ ടെക്നോളജി കണ്ടുപിടിച്ച് കാണും, ലോഞ്ചർ ഇല്ലാതെ തന്നെ മിസൈൽ വിടാൻ അവർക്ക് പറ്റുന്നുണ്ടാവും. ഇപ്പോൾ ഡാൻസിങ് മിസൈൽ എന്ന് പറയുന്ന ഒരു സാധനം ഇറാൻ പുറത്ത് വിട്ടതേ ഉള്ളൂ. ഈ മിസൈലിൻ്റെ പിന്നാലെ ഇനി ഏതൊക്കെ തരത്തിലുള്ള പുതിയ മിസൈലുകൾ വരുന്നുണ്ട് എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. ഇറാൻ അവരുടെ കയ്യിലുള്ള എല്ലാ മിസൈലുകളും ഒരു വട്ടമെങ്കിലും ഒന്ന് പരീക്ഷിക്കണം എന്ന ആഗ്രഹമുണ്ട്. അതിന് മുമ്പെയാണ് ട്രംപ് എന്നിട്ട് യുദ്ധം നിർത്തണമെന്ന് പറയുന്നത്. ട്രംപിന് മാത്രമല്ല, ഇസ്രായേലിനും ഭയങ്കര ആഗ്രഹമുണ്ട് യുദ്ധം നിർത്താൻ. ഇസ്രായേൽ പറയുന്നത് നമുക്ക് നയതന്ത്രത്തിൻ്റെ വഴികളിലൂടെയാണ് പോകേണ്ടത്, ഞങ്ങൾക്ക് അനന്തകാലത്തോളം ഒന്നും ഇറാനോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹമില്ല. പറഞ്ഞാരാണെന്നറിയും, നമ്മുടെ ഡൽഹിയിൽ ഇസ്രായേലിൻ്റെ ഒരു അംബാസഡറുണ്ട്, പേര് രൂവേൻ അസർ എന്നാണ്. അപ്പോൾ അത് ഞാൻ ഒരു പത്രസമ്മേളനത്തിൽ നമ്മുടെ ജയശങ്കർ അണ്ണനൊക്കെ ഇരിക്കുമ്പോൾ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് ഇറാനോട് അനന്തകാലത്തോളം സുദീർഘമായിട്ട് യുദ്ധം ചെയ്യാൻ ഒരു ആഗ്രഹവുമില്ല, എത്രയും പെട്ടെന്ന് ഒരു ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ അത് ചില പത്രക്കാർ ചോദിച്ചു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ ചില ലക്ഷ്യങ്ങളൊക്കെ പറഞ്ഞിരുന്നില്ല, അതെല്ലാം സാധിച്ചോ? ലക്ഷ്യങ്ങളെല്ലാം അതേപടി അവിടെ തന്നെ ഉണ്ട്, ലക്ഷ്യങ്ങൾക്കൊന്നും ഒരു മാറ്റവുമില്ല. എന്തായാലും ഒന്നാമത്തെ ലക്ഷ്യം, ഞങ്ങൾ ഇറാനിലെ റിജൈം ഭരണകൂടത്തെ മാറ്റി. ആയത്തുള്ള അലി ഖമേനി പോയപ്പം അദ്ദേഹത്തിന് ബോംബ് വന്ന് മാറ്റിയില്ലേ? തീർച്ചയായിട്ടും മാറ്റി. അടുത്ത എന്താണ്? അവരുടെ ന്യൂക്ലിയർ സൈറ്റുകളെ മൊത്തം ഞങ്ങൾ തകർക്കും. അത് കഴിഞ്ഞ ജൂണിലേ തകർത്തതാണ്, പിന്നെ രണ്ടാമത് തകർക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങളത് ചെയ്യുന്നില്ല. പിന്നെ അവരുടെ സൈനിക ശേഷി എല്ലാം തകർത്തത്. സൈനിക ശേഷി തകർത്ത കാര്യം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സെജിൽ മിസൈൽ ഡാൻസ് കളിച്ച് ഇസ്രായേലിലേക്ക് ചെന്നത്. അപ്പോൾ പെട്ടുകിടക്കുകയാണ് ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും പെട്ടുകിടക്കുകയാണ്. എങ്ങനെ രക്ഷപ്പെടാം, എങ്ങനെ ഇതിൽ നിന്ന് തടിയൂരാം എന്നവർക്ക് ഒരു പിടിയുമില്ല. കാരണം ഇറാനാണ് തീരുമാനിക്കുന്നത് യുദ്ധം എപ്പോൾ നിർത്തണം എന്നുള്ളത്. ഇപ്പോൾ ഇറാൻ്റെ പക്കൽ ചില ലക്ഷ്യങ്ങളുണ്ടെന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിലൊന്ന്, മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സകല താവളങ്ങളും സ്ഥാപനങ്ങളും ഇല്ലാതാക്കുക. ഇന്നലെയാണ് ഇറാഖിലെ ബാഗ്ദാദിൽ അമേരിക്കൻ കോൺസുലേറ്റിന് നേരെ ഇറാൻ്റെ ആക്രമണം ഉണ്ടായത്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ എവിടെയെല്ലാം അമേരിക്കൻ താവളങ്ങളുണ്ടോ അതെല്ലാം എടുത്തുകൊണ്ട് പൊക്കോണം എന്ന് ഇറാൻ്റെ ഇപ്പോഴത്തെ പരമോന്നത നേതാവ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സന്ദേശത്തിൽ പറഞ്ഞു. ഇല്ലെങ്കിൽ ആക്രമണം നിങ്ങൾ നേരിട്ട് കൊള്ളണം. നിങ്ങൾ തന്നെ അവരോട് പറയണം, നിങ്ങളുടെ സ്ഥാപനങ്ങളും താവളങ്ങളും ഇവിടെ നിന്ന് പൊക്കിക്കൊണ്ട് പോക്കോ, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്, ഇറാൻ ഞങ്ങളെ അടിക്കും, ഇറാൻ അടിച്ചു കഴിഞ്ഞാൽ ഇറാൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ നിങ്ങൾക്കോ കഴിവില്ല, ഞങ്ങളാണെങ്കിൽ പെട്ടുപോകും. അപ്പോൾ ആ ഒരു നിലയിലേക്ക് അമേരിക്കൻ സാന്നിധ്യമില്ലാത്ത ഒരു മിഡിൽ ഈസ്റ്റ്,
അതാണ് ഇറാൻ്റെ ഒന്നാമത്തെ ടാർഗറ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. രണ്ടാമത്തെ അവരുടെ ടാർഗറ്റ് ഇസ്രായേലിൻ്റെ പത്തി അടിച്ച് ലെവലാക്കുക എന്നുള്ളതാണ്. ഇനിയും അവർ തല പൊക്കരുത്, ഇനിയും ഞുളച്ച് വരാൻ പാടില്ല. അതുകൊണ്ട് ഈ യുദ്ധം അവസാനിക്കുന്നതിന് മുമ്പ് ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിരിക്കണം എന്നവർക്ക് നിർബന്ധമുണ്ട്. അതിലേറെ അവർക്ക് നിർബന്ധമാണ് നെതന്യാഹു കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ അയാളെ കൊലപ്പെടുത്തണമെന്നുള്ളത്. അത് IRGC പറഞ്ഞു കഴിഞ്ഞു. ഇതിനിടയിൽ ഒരു പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ കിടന്നുകൊണ്ട് വലിയ ഷോ ഒക്കെ കാണിക്കുന്ന അമേരിക്കക്കാരൻ ഒറ്റ ദിവസം മതി ഇറാനെ തീർക്കാൻ. അവർ മുമ്പ് ജപ്പാനിലും വിയറ്റ്നാമിലും ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അവരുടെ ലിറ്റിൽ ബോയിയെ അങ്ങോട്ട് അയക്കും. അതങ്ങോട്ട് ചെന്ന് വീണാൽ അതോടെ ഇറാൻ്റെ നെകളിപ്പും അങ്ങ് തീരും. ഞാൻ പറഞ്ഞു, ഇറാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അവരെല്ലാ കാര്യങ്ങളും ഉദ്ദേശിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത്, ഈ യുദ്ധം എത്ര കാലം വേണമെങ്കിലും നീട്ടിക്കൊണ്ടു പോകാൻ ഞങ്ങൾക്ക് പറ്റും. ഈ യുദ്ധം ഏതൊക്കെ തലങ്ങളിലേക്ക് പോയാലും ശരി ഞങ്ങൾക്കതെല്ലാം നേരിടാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എത്ര വർഷം വേണമെങ്കിലും ഈ യുദ്ധം തുടരാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. അതുകൂടാതെ ഈ യുദ്ധത്തിൻ്റെ ദിശ എങ്ങോട്ട് മാറിയാലും ഞങ്ങൾക്കത് പ്രശ്നമല്ല, അതിനെ നേരിടാനും ഞങ്ങൾക്ക് പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? യുദ്ധം ന്യൂക്ലിയർ തലത്തിലേക്ക് മാറിയാലും ശരി ഞങ്ങൾക്കതിനെ നേരിടാൻ പറ്റും. രണ്ടാമത്, അതെങ്ങനെ സാധിക്കും എന്നുള്ളതും ഇറാൻ സൂചന നൽകിയിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞു, റഷ്യയും ചൈനയും ഞങ്ങളുടെ ഉറ്റ ചങ്ങാതികളാണ്. അവർ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്, സൈനികമായിട്ടും സഹായിക്കുന്നുണ്ട്. സൈനികമായിട്ടും സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആയുധങ്ങൾ തരുന്നുണ്ട്. അതുതന്നെയാണ്, ആയുധങ്ങൾ തരുന്നുണ്ട്. ഇപ്പോൾ വടിവാളും കുന്തവും പിച്ചാത്തിയൊന്നുമല്ല, ഒന്നാന്തരം ന്യൂക്ലിയർ ബോംബ് തന്നെ റഷ്യയോ ചൈനയോ. റഷ്യയുടെ പക്കൽ ഇഷ്ടം പോലെ ന്യൂക്ലിയർ ബോംബാണ്, അമേരിക്കയുടെ പോലും അത്രയില്ല. അപ്പോൾ അതെല്ലാം കൂടെ അവിടെ വെക്കാൻ വയ്യ, നിങ്ങൾ കുറച്ചെണ്ണം അവിടെ കൊണ്ടുവച്ചു, ആവശ്യം വരുമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സാധനവും ആരുടെ കയ്യിൽ കാണും? ഇറാൻ്റെ കയ്യിൽ കാണും. അമേരിക്കയിൽ നിന്നും ഒരു ന്യൂക്ലിയർ ബോംബ് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നിന്നും ഒരു ന്യൂക്ലിയർ ബോംബും കൊണ്ട് ഒരു മിസൈൽ അങ്ങോട്ട് പോകും. അങ്ങനെ വിടാൻ ഞങ്ങൾക്ക് പറ്റും എന്ന് നല്ല ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇറാൻ പറയുന്നത്, യുദ്ധം ഏത് തലത്തിലേക്ക് എങ്ങനെ പോയാലും അതിനെ നേരിടാൻ ഞങ്ങൾക്ക് പറ്റും എന്നത്. അപ്പോൾ ന്യൂക്ലിയർ ബോംബ് കൊണ്ടിട്ട് ഇറാനെ അങ്ങ് തീർക്കും എന്ന് അമേരിക്ക ചിന്തിച്ചു കഴിഞ്ഞാൽ അതിങ്ങെത്തുന്നതിന് മുമ്പ് മിക്കവാറും ഇറാൻ്റെ ന്യൂക്ലിയർ ബോംബ് അങ്ങ് ചെല്ലും. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഈ യുദ്ധത്തിൽ നോട്ട് ചെയ്തത്, ഇറാൻ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഒന്നും അധികം ഈ യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടില്ല. അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇറാനിലേക്ക് കയറി ആക്രമണം നടത്തി കുറേ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ അവരവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം വേണ്ടത്ര ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. അവരവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം കരുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ചില ആക്രമണങ്ങളിലേക്ക് ഒരുപക്ഷെ യുദ്ധം പോയി കഴിഞ്ഞാൽ അപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അതായത് നാളെ ഗതികെട്ട് അടികൊണ്ട് ചുരുണ്ട് നാണം കെട്ട അമേരിക്ക അവിടെ നിന്നും ഒരു ന്യൂക്ലിയർ ബോംബ് ഇങ്ങോട്ട് ഇട്ടേക്കാമെന്ന് വിചാരിച്ച് മിസൈലോ വിമാനമോ മറ്റോ അയച്ചു കഴിഞ്ഞാൽ അതിനെ തകർക്കാൻ വേണ്ടി ഇറാൻ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം അധികം ചെലവാക്കാതെ അധികം ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അൾട്ടിമേറ്റ് തലത്തിലേക്ക് ആ യുദ്ധം പോയി കഴിഞ്ഞാൽ പോലും അതിനെ നേരിടാനും തിരിച്ചടി കൊടുക്കാനും തങ്ങൾക്ക് കഴിയും എന്ന ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇറാൻ പറഞ്ഞത്, യുദ്ധം എത്ര കാലം വേണമെങ്കിലും ഏത് രൂപത്തിലേക്ക് പോയാലും ശരി ഞങ്ങൾ അതെല്ലാം നേരിടാൻ, അതെല്ലാം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ ഇവിടെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മുമ്പിലുള്ള പോംവഴി എന്ന് പറയുന്നത്, ഇപ്പോൾ അമേരിക്കയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ട്രംപ് അങ്ങ് വൈറ്റ് ഹൗസ് ഇരിക്കുകയാണ്, അദ്ദേഹത്തിന് അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള പട്ടാളക്കാർക്കും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്ന പട്ടാളക്കാർക്കും ഒക്കെയാണ് പ്രശ്നമുള്ളത്. എന്നാൽ ഇസ്രായേലിൻ്റെ കാര്യം അതല്ല. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവർക്ക് അവിടെ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇറാൻ മിസൈലുകളുടെ റീച്ചിൽ കിടക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താകുമെന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലുകൾ പേടിക്കുന്നത്. കാപ്പി കുടിക്കാൻ പുറത്തിറങ്ങിയ അണ്ണൻ ശരിക്കും ഭൂമിയിൽ ജീവനോടുണ്ടോ അതോ ഇപ്പോൾ നരകത്തിരിക്കുകയാണോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അഥവാ അദ്ദേഹം ഭൂമിയിലുണ്ടെങ്കിൽ ഇറാൻ്റെ വളരെ വലിയൊരു ടാർഗറ്റ് അതുകൂടിയാണ്, നെതന്യാഹു എന്ന് പറയുന്ന നരാധമനെ ഞങ്ങൾ തേടിപ്പിടിച്ച് കൊല്ലും ചത്തുപോയിട്ടില്ലെങ്കിൽ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ പെട്ടുകിടക്കുകയാണ്. എങ്ങനെയാണ് ഈ ഇറാനെ ഒന്ന് മെരുക്കി യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് രണ്ട് കൂട്ടർക്ക് അറിഞ്ഞുകൂടാ. അവർ ഒന്നുകിൽ ഇറാൻ്റെ മുമ്പിൽ ചെന്ന് മുട്ടുകുത്തി കരഞ്ഞു പറയണം, ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും നിങ്ങൾ യുദ്ധം ഒന്ന് നിർത്തണം, ഞങ്ങൾ മാപ്പ് പറഞ്ഞില്ലേ, വേണമെങ്കിൽ ഇനി ഒരു വട്ടം കൂടെ മാപ്പ് പറയാം. എന്നാൽ അതിന് ഒരിക്കലും അവരുടെ അഹങ്കാരം അനുവദിക്കില്ല. അവരുടെ അഹങ്കാരം അതിന് അനുവദിക്കാത്ത കാലത്തോളം ഇറാൻ യുദ്ധം നിർത്തുന്നത് അവരുടെ ലക്ഷ്യങ്ങൾ നേടിയ ശേഷം മാത്രമായിരിക്കും. അതിലേക്കുള്ള ഒരു സഞ്ചാരം തന്നെയാണ് ഇപ്പോൾ ഇറാൻ ലക്ഷ്യപ്പെടുന്നത്. ഏതായാലും ഇറങ്ങി പുറപ്പെട്ടു, കുറേ നാശനഷ്ടങ്ങളുണ്ടായി, ഇനിയും വീണ്ടും ഒരു നാശനഷ്ടം ഞങ്ങൾക്കുണ്ടാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പണ്ട് കാലത്ത് ഇതുപോലെ യുദ്ധമുണ്ടാകുക, അതായത് ആദ്യം
ചർച്ച നടക്കുന്നു. ഇന്ന കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുന്നു. ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് യുദ്ധമുണ്ടാകും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് യുദ്ധം നിർത്തുന്നു, സീസ് ഫയർ. യുദ്ധം നിർത്തി കഴിഞ്ഞിട്ട് വീണ്ടും ചർച്ച, ചർച്ചയ്ക്ക് ശേഷം വീണ്ടും യുദ്ധം, വീണ്ടും യുദ്ധം നിർത്തുന്നു, വീണ്ടും ചർച്ച. ഈ സൈക്കിൾ ഞങ്ങൾ അങ്ങ് നിർത്തുകയാണെന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ ഇനി ഇങ്ങനെയുള്ള കലാപരിപാടിക്കൊന്നുമില്ല. യുദ്ധത്തിന് ഇറങ്ങിയെങ്കിൽ ഇനിയിപ്പോൾ ഒരറ്റം കണ്ടിട്ട് ഞങ്ങൾ നിർത്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലക്ഷ്യം അമേരിക്കയ്ക്കോ അതല്ലെങ്കിൽ ഇസ്രായേലിനോ അല്ല, മറിച്ച് ഇറാനാണുള്ളത്. ഇറാൻ്റെ ലക്ഷ്യങ്ങളാണ് ഇനി നേടാനുള്ളത്. ആ ലക്ഷ്യങ്ങൾ നേടാതെ അവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ഒരു ചാൻസും കാണുന്നില്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ അത്ഭുതമായിരിക്കും. ആ അത്ഭുതം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം ഇറാൻ തീരുമാനിച്ചുറച്ച് തന്നെയാണ് നിൽക്കുന്നത്. അവരവരുടെ ലക്ഷ്യങ്ങൾ നേടാതെ അവർ ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത്, ഈ യുദ്ധം എങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിൽ എങ്ങോട്ടൊക്കെ പോയാലും ശരി, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, ഞങ്ങൾ തീരുമാനിക്കും എപ്പോൾ യുദ്ധം നിർത്തണമെന്ന്. താങ്ക് യു.